ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബ്ലൈൻഡ് സ്പോട്ടാണ്. പല വണ്ടികളും നമ്മൾ വാഹനം വാങ്ങിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും കൺവീനിയൻസിനേക്കാളും നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫീച്ചറുകളാണ്. ഇപ്പോൾ ഫീച്ചറുകൾ കൂടാതെ നമുക്ക് ഈ ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന കംഫേർട്ട്, വിസിബിലിറ്റി കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അപകടം വരുന്ന സമയത്ത് അത് എത്രത്തോളം കുറക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതുമാണ് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം. അപ്പം ഫോക്സ് വാഗൻ കാറുകൾ നിർമ്മിക്കുന്ന സമയത്ത് ബേസിക്കലി 3 ആസ്പെക്റ്റ് വെച്ചിട്ടാണ് ഫോക്സ് വാഗൻ കാറുകൾ നിർമ്മിക്കുന്നത്. ഒന്ന് വണ്ടീൻ്റെ ഡ്രൈവബിലിറ്റിയാണ്, രണ്ടാമത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ്റ്റിയാണ്, മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പം ഈ സേഫ്റ്റിയിൽ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ പില്ലർ ഈ ഒരു സെഗ്മെൻറ്റിൽ വെച്ചിട്ട് വരുന്ന വണ്ടികളിൽ ഏറ്റവും മിനിമലായിട്ട് ബ്ലൈൻഡ് സ്പോട്ട് കുറക്കുന്ന ഒരു വണ്ടിയാണ് ഫോക്സ് വാഗൻ കാറുകൾ, അതുപോലെ തന്നെ സ്കോഡയുടെ കാറുകളും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന സമയത്ത് ഈ ഒരു പില്ലർ കണ്ടോ, ഇത് കാണുമ്പോൾ വളരെ ലീനാണ്, പക്ഷേ ഇതിൻ്റെ കൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമ്മൾ നല്ലൊരു ബെൻഡ് വളവൊക്കെ എടുക്കുന്ന സമയത്ത് ഈ ഓപ്പോസിറ്റ് വരുന്ന വണ്ടി ഉണ്ടല്ലോ, ആ വണ്ടീൻ്റെ വിസിബിലിറ്റി നമുക്ക് കട്ടായി പോകാൻ സാധ്യതയുണ്ട്. ഈ വണ്ടിയിൽ നിന്നല്ല, മറ്റ് മാനുഫാക്ചറേഴ്സിൻ്റെ വണ്ടികൾ. ഞാനിത് കൂടുതലും കണ്ടിരിക്കുന്നത് ടാറ്റ, മഹീന്ദ്ര വാഹനങ്ങളിലാണ്. അപ്പോൾ ഇതൊന്നും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൈൻഡ് സ്പോട്ട് വളരെ മിനിമലായിരിക്കും. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി.